വന്നിട്ടുള്ളത് ഒരു വക്ലാവ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കണ്ടല്ലോ, ഇതാണ് വക്ലാവ പീലോ പാസ്തറി. വക്ലാവ പ്രോസൻ്റെതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വക്ലാവ പീലോ ആണ് ഒക്കെ കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. കണ്ട, ഈ ഒരു ജാർ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് അതിൻ്റെ ഇത് പൊടിക്കാനുള്ളതാണ്. കുറച്ച് ഇത്രയും 1 കപ്പ് ഓൾ പിസ്താഷു ആണ്. കണ്ടല്ലോ, പിസ്ത ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. കണ്ടല്ലോ, പിസ്താഷു, കാശു, വാൾനട്ട് എല്ലാം കൂടി അടുത്തത് വാൾനട്ട് ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ എടുക്കാം നമുക്ക്. അതേ അളവിൽ വാൾനട്ടും പൊടിച്ചെടുക്കണം. കണ്ടല്ലോ, അപ്പോൾ ആദ്യം പിസ്താഷു ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. പിസ്ത പൊടിക്കാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിസ്ത ഞാൻ പൊടിച്ചെടുത്തു. ഇതുപോലെ പൊടിച്ചെടുത്ത് നമ്മളെ മുമ്പിലോട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. പിസ്ത ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് വാൾനട്ട് പൊടിച്ചെടുക്കണം. ഇത് കുറച്ച് വലുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. വാൾനട്ടും പൊടിച്ച് അതിലോട്ടിട്ട് ഇനി അടുത്ത നമുക്ക് അലമൻഡ് ഒന്ന് പൊടിച്ചു കൊടുക്കണം. എല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കിയിട്ടുള്ളതാണ്. ഇത് അലമൻഡ് അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ചെടുത്ത് പൊടിക്കാൻ പോകുന്നത്. ഇത് അലമൻഡും പൊടിച്ച് അതുപോലെ ഇട്ടിട്ടുണ്ട്. 3 ഐറ്റം പൊടിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സാക്കി, ഇത് ഒന്നും ചേർക്കൊന്നും വേണ്ട. ഇത് വെറുതെ ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. കണ്ടല്ലോ, വക്ലാവ ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മൾ വക്ലാവ പപ്പസ്കറി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, പപ്പസ്കറി എല്ലാം പീലോ എടുത്തിട്ടുണ്ട്. കണ്ടോ, നോക്കിക്കാണി. ഞാൻ പൊട്ടിയാണ് ഇത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നെയ്യാണ് ഉരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സ്. ഓക്കെ, ഇത് നമുക്കിതൊന്ന് പൊട്ടിച്ചിടാം. നല്ല എളുപ്പമാണ് കേട്ടോ. അറിയത്തവർക്കൊക്കെ നല്ല എളുപ്പമാണ്. കുഴപ്പമൊന്നുമില്ല. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പ്രോസൻ്റെതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇനി ഞാൻ ഇതിപ്പോൾ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ട്രേ വെച്ചിട്ട് ആ ട്രേയിലോട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരേ പേപ്പർ എടുത്തിട്ട് ഈ പേപ്പർ ഇങ്ങനെ നൂത്ത് വെക്കണം. ബിസ്മില്ല. ചിലതൊക്കെ ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അത് നൂട്ടങ്ങ് വെച്ചാൽ മതി. ഈ നമ്മളിട്ട് മാറ്റി വെച്ച് ഈ നെയ്യ് ഒന്ന് തിപ്പൊളിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കണ്ട, ഇതുപോലെ അടുത്തത് നമുക്ക് ഇതുപോലെ എന്നിട്ട് വീണ്ടും ഒരല്പം എണ്ണ നമുക്ക് ഇതുപോലെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഒരട്ടിയിൽ 6 പേപ്പർ വെക്കണം കേട്ടോ. 6 പേപ്പർ വെക്കണം. 6 പേപ്പർ വെക്കുമ്പോഴാണ് കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. 6ാമത്തെ പേപ്പറിൻ്റെ മുകളിൽ ഞാൻ എണ്ണ പുരട്ടിയിട്ടില്ല. ഇനി നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കണ്ട, ഞാൻ അപ്പോൾ കാണിച്ചത് എല്ലാം വേണ്ട. നമ്മൾ ആവശ്യത്തിന് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിതൊന്ന് ഇട്ട് നിരത്തി കൊടുക്കാം കേട്ടോ. ഇതാ നോക്കിയാൽ ഈ മക്കളെ, ഇതുപോലെ ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ നിരത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ പൊടി മാത്രമേ ഉള്ളൂ. ലാസ്റ്റാണ് നമുക്ക് സിറപ്പ് കാച്ചി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ പേപ്പർ വീണ്ടും എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഒരു 6 പേപ്പർ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കും. നിങ്ങൾ കണ്ടോക്കി മക്കളെ, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അടിയിൽ 7 മുകളിൽ 7 പേപ്പർ വെച്ച് സെൻറ്ററിൽ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എണ്ണ പുരട്ടണത് പിന്നീട് പുരട്ടിയാൽ മതി. നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ സ്കെയിലിൻ്റെ അളവിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നോക്കിക്കേ, ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ടിങ്ങിലാണ് ഈ വക്ലാവ സ്വീറ്റിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അതേ സ്കെയിലിൻ്റെ അളവിൽ തിരിച്ചും മറിച്ചും കട്ട് ചെയ്തെടുക്കണം. തിരിച്ചു കൊടുക്കണം. ഇത് ഫ്രൈ ആയതിനു ശേഷം, ഈ ഓവനിൽ വെച്ച് ഫ്രൈ ആയതിനു ശേഷം ഈ നെയ്യ് നമ്മൾ തിരിച്ചെടുക്കും. തിരിച്ച് എല്ലാം കൗട്ടി വരും. ഫ്രൈ ആക്കും പോലെയാണ് നമ്മളിത്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്, കണ്ടല്ലോ നിങ്ങൾ, ആ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓവനിലോട്ട് വെച്ച് കൊടുക്കണം. കണ്ട, ഇതുപോലെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ഫ്രൈ ആക്കി നല്ല കളറായി കിട്ടുമ്പോൾ ഈ നെയ്യ് നമ്മൾ തിരിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് ഈ സ്വീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഓവനിൽ വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രൈ ആയി നല്ല കളറായി കിട്ടിയതിന് ശേഷം നമ്മളിത് തിരിച്ച് ഈ പാത്രത്തിലോട്ട് തന്നെ തിരിച്ചൊഴിച്ചെടുക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇപ്പം ഇതാണ് സ്വീറ്റ്. ഇതാണ് വക്ലാവ സ്വീറ്റ്. ഇനി നമുക്ക് ഇതൊന്ന് ഓവനിലോട്ട് വെക്കാനായിട്ട് പോകാം. അതാ കണ്ടോ മക്കളെ, നമ്മളുണ്ടാക്കിയ വക്ലാവ സ്വീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ എണ്ണ ഞാൻ തിരിച്ച് ഒരു പാത്രത്തിലോട്ട് നിങ്ങളെ മുമ്പിൽ വെച്ച് തന്നെ ഒഴിക്കുകയാണ്. കണ്ടോ, ഞങ്ങളിത് പറഞ്ഞില്ല, ആ എണ്ണ എല്ലാം നമുക്ക് ഫ്രൈ ആകിയതിന് ശേഷം നമുക്കിത് തിരിച്ചെടുക്കാമെന്ന്. എണ്ണ കണ്ടല്ലോ, എല്ലാ എണ്ണ ഇതുപോലെ നമുക്കിതെടുക്കാം, ഊറ്റിയെടുക്കാം. കണ്ടല്ലോ, ഇനി ഇതിൻ്റെ മുകളിലോട്ട് സിറപ്പ് കാച്ചി കൊടുക്കണം. പഞ്ചാര നമ്മൾ സിറപ്പ് കാച്ചൂലേ, അതുപോലെ ഞാൻ കാച്ചിയതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കണ്ടോ. എല്ലാം ഇതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് സർവ് ചെയ്ത് കൊടുക്കും. വായി കൂടെ കപ്പൽ ഉറങ്ങട്ടാ, അത്രയും സൂപ്പറാണ്.
ഇതാ കണ്ടു നോക്കിക്കേ, സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ക്രീം പിസ്ത. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രീം പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഡിസൈൻ ചെയ്യാൻ ക്രീം പിസ്തേന് ഇതിൻ്റെ മുകളിലോട്ട്, പപ്പിലാവയുടെ മുകളിലോട്ട് ക്രീം പിസ്തേന് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ എങ്ങനെയുണ്ട്? പൊളിയായില്ലേ? അടിപൊളിയായില്ലേ? വാവ്, സൂപ്പർ. എല്ലാവരും തയ്യാറാക്കി നോക്കി. വെരി ഈസിയാണ്, വെരി ഈസി. ഭയങ്കര ടേസ്റ്റ്, വെരി ഈസി ആയിട്ടുള്ള സ്വീറ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. കുറച്ച് ലെമൺ ചെറി കട്ട് ചെയ്തതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരല്പം ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ ഒരല്പം, ഇത് ഞാൻ മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാണ്, ഇത് ഐസായിട്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരല്പം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ. കണ്ടോ? എന്നാൽ കണ്ടോക്കിയ സ്വീറ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.